കടലിലൊരു ഘോര യുദ്ധം തന്നെ നടന്നു. 139 ഡ്രോൺ വേഴ്സസ് അമേരിക്കയുടെ F-35. അങ്ങോട്ടും ഇങ്ങോട്ടും താലങ്ങും വലങ്ങും. എൻ്റെ F-35 ഇവിടെ താണ്ടിരിക്കുന്നു കണ്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും താലങ്ങും വലങ്ങും ഇങ്ങനെ എൻ്റെ മെസ്സേജ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും അടിച്ച് ഉടച്ചെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്ത് തന്നെയായിരുന്നാലും ഇറാൻ 139 നമ്മൾ ഡ്രോണുകൾ രക്തസാക്ഷികളായിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അമേരിക്കൻ F-35 യുദ്ധവിമാനം ആകാശത്ത് വെച്ച് തന്നെ ഇവരെയെല്ലാം ഈ ഡ്രോണുകളെല്ലാം തന്നെ ചാരമാക്കി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് മേഖലയിലെ സംഘർഷം സ്വാഭാവികമായിട്ടും കൂടുതൽ വഷളാക്കി. പോരാത്തതിന് ഇറാനിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ്. ഇറാൻ US യുദ്ധം ഒഴിവാക്കുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴായി പലരും ചോദിക്കുന്നുണ്ട്. ബേസിക്കലി എനിക്ക് യുദ്ധം വരുന്നതിനോട് യാതൊരുവിധ താല്പര്യമില്ല. വല്ല ഇസ്രായേലോ ഫലസ്തീനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആവേശത്തോടുകൂടി കണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അത്ര സുഖകരമായിരിക്കില്ല ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ. പാകിസ്ഥാനെയൊക്കെ അവർ കയറി മേയും, അത് വേറെ കാര്യം. എന്തായാലും ഫെബ്രുവരി 6 മുതൽ തുർക്കിയിലെ കരിങ്കടൽ തീരത്തുള്ള പ്രസിദ്ധമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിളിൽ, അതായത് ഇസ്താംബുളിൽ, അവിടെ ആണവ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും, അതായത് അമേരിക്കയും ഇറാനും ഒരുങ്ങുന്നുവെന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്.